നെക്സ്റ്റ് എക്സസൈസ് 3.3 10th ക്വസ്റ്റ്യൻ. എക്സ്പ്രസ് ദ ഫോളോയിങ് മെട്രിസസ് ആസ് ദ സം ഓഫ് എ സിമെട്രിക് ആൻഡ് എ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. അതായത് ഇവിടെ തന്നിരിക്കുന്ന മെട്രിസസിൻ്റെ എല്ലാം ഒരു സിമെട്രിക് മെട്രിസസിൻ്റെയും അതുപോലെ തന്നെ സ്ക്യൂ സിമെട്രിക് മെട്രിസസിൻ്റെയും സമ്മായിട്ട് എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഈ 10th ക്വസ്റ്റ്യനിൽ 4 സബ് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അതിൽ ആദ്യത്തെ 2 ക്വസ്റ്റ്യൻസാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ മെട്രിക്സ് 3, 5, 1, -1, അതായത് ഒരു 2x2 മെട്രിക്സ് ആണ്. ആ മെട്രിക്സിനെ നമുക്ക് സിമെട്രിക്കിൻ്റെയും സ്ക്യൂ സിമെട്രിക് മെട്രിക്സിൻ്റെയും സമ്മായിട്ട് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ലെറ്റ് എ ഈക്വൽ ടു മെട്രിക്സ് 3, 5, 1, -1. ഈ ഒരു മെട്രിക്സിനെ സിമെട്രിക് മെട്രിക്സിന്റെ സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെ സമ്മായിട്ട് എഴുതുന്നതിന് നമുക്ക് എന്ത് വേണം? ഈ ഒരു മെട്രിക്സിന്റെ ട്രാൻസ്പോസ് നമുക്ക് ഫൈൻഡ് ചെയ്യണം. Therefore A ട്രാൻസ്പോസ് ഈക്വൽ ടു മെട്രിക്സ്, ഇതിന്റെ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫസ്റ്റ് റോ ആണ് ഫസ്റ്റ് കൊളാക്ക, ദാറ്റ് ഈസ് 3, 5. ദെൻ സെക്കൻഡ് റോ ആണ് സെക്കൻഡ് കൊളാക്ക, ദാറ്റ് ഈസ് 1, -1. നെക്സ്റ്റ് നമ്മൾ പഠിച്ചു A പ്ലസ് A ട്രാൻസ്പോസ് ഫൈൻഡ് ചെയ്യണം. ദാറ്റ് ഈസ് A പ്ലസ് A ട്രാൻസ്പോസ് ഈക്വൽ ടു മെട്രിക്സ് 3 plus 3, 6. 5 plus 1, 6. Then 1 plus 5, 6. -1 plus -1, -2. Next നമുക്ക് A minus A transpose വേണം. That is A minus A transpose equal to matrix 3 minus 3, 0. 5 minus 1, 4. 1 minus 5, -4. -1 -1, that is -1 plus 1, 0. ഇനി നമുക്ക് ഒരു മെട്രിക്സിന്റെ സിമെട്രിക് മെട്രിക്സിന്റെ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് സമ്മായിട്ട് എഴുതാനുള്ള ഫോർമുല എന്ന് പറയുന്നത് A ഈക്വൽ ടു 1/2 ഇൻറ്റു A പ്ലസ് A ട്രാൻസ്പോസ് പ്ലസ് 1/2 ഇൻറ്റു A മൈനസ് A ട്രാൻസ്പോസ് ആണ്. അപ്പം ആദ്യം തന്നെ നമുക്ക് ഈ ഒരു സൈഡ് ഇക്വേറ്റ് ചെയ്യാം. ഈ സൈഡിനെ നമ്മൾ സാധാരണ P ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടാണ് നെയിം ചെയ്യാറ്. That is P equal to 1/2 into A plus A transpose. അത് നമ്മളിവിടെ ഫൈൻഡ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് മെട്രിക്സ് 6, 6, 6 -2. ദാറ്റ്സ് ഈക്വൽ ടു ഈ മെട്രിക്സിലെ ഓരോ എലമെന്റ്സിനെയും 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് 6/2, 3, 6/2, 3, 6/2, 3, -2/2, -1. ഇനി നമുക്ക് ഈ ഒരു മെട്രിക്സ് സിമെട്രിക് ആണോ എന്ന് ചെക്ക് ചെയ്യണം. സിമെട്രിക് ആകാനുള്ള കണ്ടീഷൻ എന്താ? ഈ പി എന്ന് പറഞ്ഞ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എടുത്താലും സെയിം മെട്രിക്സ് തന്നെ വേണം. ദാറ്റ് ഈസ് പി ട്രാൻസ്പോസ് ഈക്വൽ ടു മെട്രിക്സ് എന്ത് വരും? 3, 3, 3, -1. നമുക്കിവിടെ എന്ത് കിട്ടി? പി ഈക്വൽ ടു പി ട്രാൻസ്പോസ് എന്ന് കിട്ടി. സോ നമുക്ക് എന്ത് കൺക്ലൂഷൻ കൊടുക്കാം? പി ഈക്വൽ ടു 1/2 ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് ഒരു സിമെട്രിക് മെട്രിക്സ് ആണെന്ന് പറയാൻ സാധിക്കും. ഇനി ഇതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ഫൈൻഡ് ചെയ്യാം. ദാറ്റ് ഈസ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്ന് പറയുന്നത് ഈ ഇക്വേഷന്റെ സെക്കൻഡ് പാർട്ട്. അതിനെ നമ്മൾ ക്യൂ എന്ന് ഡിനോട്ട് ചെയ്യാം. ക്യൂ ഈക്വൽ ടു 1/2 ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസ് നമ്മളിവിടെ ഫൈൻഡ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് മെട്രിക്സ് 0, 4, -4, 0. ദാറ്റ്സ് ഈക്വൽ ടു മെട്രിക്സ് 0/2, 0. 4/2, 2, -4/2, -2, 0/2, 0. നെക്സ്റ്റ് നമുക്ക് ഈ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എടുത്ത് നോക്കാം. ദാറ്റ് ഈസ് ക്യൂ ട്രാൻസ്പോസ് ഈക്വൽ ടു മെട്രിക്സ് 0, 2, -2, 0. ഇനി ഇതൊരു സ്ക്യൂ സിമെട്രിക് ആണോ എന്ന് അറിയാനുള്ള കണ്ടീഷൻ ക്യൂ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് -q ആണോ എന്ന് അറിയണം. അതിനുവേണ്ടി നമുക്ക് ഈ മെട്രിക്സിൽ നിന്ന് ഒരു മൈനസ് ഔട്ട് സൈഡ് എടുക്കാം. ദാറ്റ് ഈസ് 0ൽ നിന്ന് മൈനസ് ഔട്ട് സൈഡ് എടുത്താൽ 0, -2ൽ നിന്ന് മൈനസ് ഔട്ട് സൈഡ് എടുത്താൽ 2, 2ൽ നിന്ന് മൈനസ് ഔട്ട് സൈഡ് എടുത്താൽ -2, 0ൽ നിന്ന് മൈനസ് ഔട്ട് സൈഡ് എടുത്താൽ 0. ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് ഓഫ് ഈ ഒരു മെട്രിക്സ് എന്ന് പറയുന്നത് ക്യൂ എന്ന് പറഞ്ഞ മെട്രിക്സ് ആണ്. ദെർഫോർ നമുക്ക് എന്ത് പറയാം? ക്യൂ ഡാഷ് ഈക്വൽ ടു -q. സോ നമുക്ക് എന്ത് കൺക്ലൂഷൻ കൊടുക്കാം? ക്യൂ ഈക്വൽ ടു 1/2 ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസ് ഈസ് എ സ്ക്യൂ സിമെട്രിക്. അപ്പോൾ സിമെട്രിക് മെട്രിക്സും കിട്ടി, നമുക്ക് സ്ക്യൂ സിമെട്രിക് മെട്രിക്സും കിട്ടി. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇതിനെ ആ 2 മെട്രിക്സിന് സമ്മായിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് ഈസ് പി പ്ലസ് ക്യൂ ഈക്വൽ ടു പി എന്ന് പറഞ്ഞ മെട്രിക്സ് 3, 3, 3, -1.
പ്ലസ് ക്യൂ എന്ന് പറഞ്ഞ മെട്രിക്സ് 0 2 -2 0. ഇതിന്റെ സം ചെയ്യുമ്പോൾ എന്ത് കിട്ടും നമുക്ക്? ദാറ്റ്സ് ഈക്വൽ ടു മെട്രിക്സ് 3 + 0 3 3 + 2 5 3 + -2 1 -1 + 0 -1. ഇവിടെ കിട്ടിയിരിക്കുന്ന ഈ മെട്രിക്സ് തന്നെയല്ലേ നമുക്ക് തന്നിരിക്കുന്ന എ എന്ന് പറഞ്ഞ മെട്രിക്സും. therefore this equal to a. നമുക്ക് എന്ത് കൺക്ലൂഷൻ കൊടുക്കാം? p + q = a. അതായത് എ എന്ന് പറഞ്ഞ മെട്രിക്സ് ഒരു സിമെട്രിക് മെട്രിക്സിന്റെയും സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെയും സം ആണ്. നെക്സ്റ്റ് 10th ക്വസ്റ്റ്യനിൽ തന്നെ സെക്കൻഡ് വൺ ചെയ്ത് നോക്കാം. ഇതൊരു 3/3 മെട്രിക്സ് ആണ്. അപ്പോൾ അത് തന്നെ നമുക്ക് ഇതിന്റെ ട്രാൻസ്പോസ് ഫൈൻഡ് ചെയ്യാം. ദാറ്റ് ഈസ് എ ട്രാൻസ്പോസ് ഈക്വൽ ടു മെട്രിക്സ് ഫസ്റ്റ് റോനെ ഫസ്റ്റ് കോളാക്കാം. ദാറ്റ് ഈസ് 6 -2 2. ദെൻ സെക്കൻഡ് റോനെ സെക്കൻഡ് കോളായിട്ട് എഴുതാം. ദാറ്റ് ഈസ് -2 3 -1. ദെൻ തേർഡ് റോനെ തേർഡ് കോളാക്കാം. ദാറ്റ് ഈസ് 2 -1 3. നെക്സ്റ്റ് നമുക്ക് എ പ്ലസ് എ ട്രാൻസ്പോസ് ഫൈൻഡ് ചെയ്യാം. ദാറ്റ് ഈസ് മെട്രിക്സ് 6 + 6 12 -2 + -2 -4 2 + 2 4. നെക്സ്റ്റ് -2 + -2 -4 3 + 3 6 -1 + -1 -2. നെക്സ്റ്റ് 2 + 2 4 -1 + -1 -2 3 + 3 6. നെക്സ്റ്റ് എ മൈനസ് എ ട്രാൻസ്പോസ് ഫൈൻഡ് ചെയ്യാം. ദാറ്റ് ഈസ് 6 - 6 0 -2 -2 that is -2 + 2 0. Next 2 -2 0. Next -2 -2 that is -2 + 2 0. Next 3 -3 0. Next -1 -1 that is -1 + 1 0. Next 2 -2 0 -1 -1 that is -1 + 1 0. Then 3 -3 0. ഇപ്പോൾ നമ്മൾ എ പ്ലസ് എ ഡാഷും എ മൈനസ് എ ഡാഷും ഫൈൻഡ് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ എന്ത് ഫൈൻഡ് ചെയ്യണം? നമ്മുടെ ഇക്വേഷൻ അനുസരിച്ച് ഫസ്റ്റ് ഫൈൻഡ് ചെയ്യേണ്ടത് p = 1/2 ഇൻറ്റു എ പ്ലസ് എ ഡാഷ്. ദാറ്റ്സ് ഈക്വൽ ടു 1/2 ഇൻറ്റു മെട്രിക്സ് എ പ്ലസ് എ ഡാഷ് എന്ന് പറഞ്ഞാൽ 12 -4 4 -4 6 -2 4 -2 6. That's equal to matrix 12/2 6 -4/2 -2 4/2 2 -4/2 -2 6/2 3 -2/2 -1. Next 4/2 2 -2/2 -1 6/2 3. നെക്സ്റ്റ് നമുക്ക് ഈ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് ഫൈൻഡ് ചെയ്യാം. ദാറ്റ് ഈസ് പി ട്രാൻസ്പോസ് ഈക്വൽ ടു മെട്രിക്സ് ഫസ്റ്റ് റോനെ ഫസ്റ്റ് കോളാക്കാം. ദാറ്റ് ഈസ് 6 -2 2. ദെൻ സെക്കൻഡ് റോനെ സെക്കൻഡ് കോളം -2 3 -1. തേർഡ് റോനെ തേർഡ് കോളം ദാറ്റ് ഈസ് 2 -1 3. ഇവിടെ നോക്കുമ്പോൾ പി എന്ന് പറഞ്ഞ മെട്രിക്സും പി ഡാഷ് എന്ന് പറഞ്ഞ മെട്രിക്സും സെയിം ആയിട്ടാണ്. ദർഫോർ നമുക്ക് എന്ത് പറയാം? പി = 1/2 ഇൻറ്റു എ പ്ലസ് എ ഡാഷ് ഈസ് എ സിമെട്രിക്. നെക്സ്റ്റ് സ്ക്യൂ സിമെട്രിക് ഫൈൻഡ് ചെയ്യാം. സ്ക്യൂ സിമെട്രിക് ഫൈൻഡ് ചെയ്യാനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന ലെറ്റർ ക്യൂ = 1/2 ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസ് ആണ്. ദാറ്റ് ഈസ് 1/2 ഇൻറ്റു മെട്രിക്സ് 0 0 0 0 0 0 0 0 0. ദാറ്റ്സ് ഈക്വൽ ടു ഇതെല്ലാം 0 ആയതുകൊണ്ട് നമുക്ക് 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്തെന്നെ കിട്ടും? 0 0 0 0 0 0 0 0 0. ഇനി ഇതിന്റെ ട്രാൻസ്പോസ് എടുത്താലും നമുക്ക് എന്തെന്നെ കിട്ടും? മെട്രിക്സ് 0 0 0 0 0 0 0 0 0. ഇനി എല്ലാം സീറോസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് മൈനസ് ഔട്ട് സൈഡ് എടുത്താലും നമുക്ക് എന്തെന്നെ കിട്ടും? ക്യൂ ട്രാൻസ്പോസ് ഈക്വൽ ടു -q എന്ന് കിട്ടും. സോ നമുക്ക് എന്ത് കൺക്ലൂഷൻ കൊടുക്കാം? Q = 1/2 ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസ് ഈസ് എ സ്ക്യൂ സിമെട്രിക്. നെക്സ്റ്റ് നമുക്ക് ഈ രണ്ട് മെട്രിക്സിന്റെയും സം കാണാം. ദാറ്റ് ഈസ് p + q = മെട്രിക്സ് 6 -2 2 -3 -1 2 -1 3 പ്ലസ് q എന്ന് പറഞ്ഞ മെട്രിക്സ് 0 0 0 0 0 0 0 0 0. ദാറ്റ്സ് ഈക്വൽ ടു മെട്രിക്സ്. നമുക്കറിയാം ഒരു മെട്രിക്സ് ഒരു സീറോ മെട്രിക്സിന്റെ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സെയിം മെട്രിക്സ് തന്നെ കിട്ടും. ദാറ്റ് ഈസ് 6 -2 2 -2 3 -1
2 മൈനസ് 1 3. ഈ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന മെട്രിക്സും നമ്മുടെ ഗിവൺ മെട്രിക്സും കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്കത് രണ്ടും സെയിം ആണെന്ന് പറയാനായിട്ട് സാധിക്കും. Therefore this equal to A. അതായത് എ എന്ന് പറഞ്ഞ മെട്രിക്സ് ഒരു സിമെട്രിക് മെട്രിക്സിന്റെയും അതുപോലെ തന്നെ ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെയും സമ്മായിട്ട് നമുക്ക് എഴുതാൻ സാധിക്കും. നെക്സ്റ്റ് 11th ക്വസ്റ്റ്യൻ. ഇതൊരു വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്: ഇഫ് എ ബി ആർ സിമെട്രിക് മെട്രിസസ് ഓഫ് സെയിം ഓർഡർ ദെൻ എ ബി മൈനസ് ബി എ ഈസ് എ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്, സിമെട്രിക് മെട്രിക്സ്, സീറോ മെട്രിക്സ്, ഐഡൻറ്റിറ്റി മെട്രിക്സ്. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എ ബി എന്ന് പറഞ്ഞ രണ്ട് മെട്രിസസ് ഉണ്ട്. ഈ രണ്ട് മെട്രിസസും സിമെട്രിക് ആണ്. അങ്ങനെയാണെങ്കിൽ എ ബി മൈനസ് ബി എ എന്ന് പറയുന്ന പുതിയൊരു മെട്രിക്സ്, ആ മെട്രിക്സ് ഏത് ടൈപ്പ് മെട്രിക്സ് ആണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എയും ബിയും സിമെട്രിക് ആണെന്നാണ്. എയും ബിയും സിമെട്രിക് ആകണമെങ്കിൽ നമുക്കറിയാം എ സിമെട്രിക് ആണെങ്കിൽ എ ഈക്വൽ ടു എ ട്രാൻസ്പോസ് ആയിരിക്കും. അതുപോലെ തന്നെ ബി സിമെട്രിക് ആണെങ്കിൽ ബി ഈക്വൽ ടു ബി ട്രാൻസ്പോസ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എ ബി മൈനസ് ബി എ എന്ന് പറഞ്ഞ മെട്രിക്സ് എന്തായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കിത് സിമെട്രിക് ആണോ അതോ സ്ക്യൂ സിമെട്രിക് ആണോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ അതിനായിട്ട് ഞാൻ പി എന്ന് പറഞ്ഞ മറ്റൊരു മെട്രിക്സിലോട്ട് ഈ ഒരു മെട്രിക്സിനെ നെയിം ചെയ്യാണ്. ദാറ്റ് ഈസ് പി ഈക്വൽ ടു എ ബി മൈനസ് ബി എ. നമുക്കറിയാം ഒരു മെട്രിക്സ് സിമെട്രിക് ആകണമെങ്കിൽ ആ മെട്രിക്സും അതിന്റെ ട്രാൻസ്പോസും ഈക്വൽ ആയിരിക്കണം. ഇനി ഒരു മെട്രിക്സ് സ്ക്യൂ സിമെട്രിക് ആകണമെങ്കിൽ ആ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് മൈനസ് ഓഫ് മെട്രിക്സ് ആയിരിക്കണം. അതായത് ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന മെട്രിക്സ് പി ആണെങ്കിൽ ഈ മെട്രിക്സ് സിമെട്രിക് ആകണമെങ്കിൽ പി ഈക്വൽ ടു പി ട്രാൻസ്പോസും, സ്ക്യൂ സിമെട്രിക് ആകണമെങ്കിൽ പി ട്രാൻസ്പോസ് ഈക്വൽ ടു മൈനസ് പിയും ആയിരിക്കണം. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മളിവിടെ പി ഈക്വൽ ടു എ ബി മൈനസ് ബി എന്ന് എടുത്തു. നമുക്ക് ഇതിന്റെ ട്രാൻസ്പോസ് എടുക്കണം. ഇതിന്റെ ട്രാൻസ്പോസ് എങ്ങനെ എടുക്കും? ദാറ്റ് ഈസ് പി ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എ ബി മൈനസ് ബി എ ഓൾ ട്രാൻസ്പോസ് എന്നുണ്ട്. നമ്മളൊരു തിയറം പഠിച്ചിട്ടുണ്ട്, എ മൈനസ് ബി ഓൾ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് എ ട്രാൻസ്പോസ് മൈനസ് ബി ട്രാൻസ്പോസ് എന്ന് എഴുതാം. ആ ഒരു തിയറം നമ്മളിവിടെ അപ്ലൈ ചെയ്യണം. ദാറ്റ്സ് ഈക്വൽ ടു, ഇവിടെ എയുടെ പ്ലേസിൽ എ ബിയും ബിയുടെ പ്ലേസിൽ ബി എ ആണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? എ ബി ട്രാൻസ്പോസ് മൈനസ് ബി എ ട്രാൻസ്പോസ്. ഈ ഒരു തിയറി ഇവിടെ അപ്ലൈ ചെയ്തു. നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് കിടക്കാനായിട്ട് നമ്മൾ മറ്റൊരു തിയറം, അതായത് മറ്റൊരു റിസൾട്ട് എ ബി ട്രാൻസ്പോസ് എന്ന് പറയുന്നത് ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് ആണെന്ന് പഠിച്ചു. ഇവിടെ നമുക്കത് ഓരോന്ന് അപ്ലൈ ചെയ്യാം. ദാറ്റ്സ് ഈക്വൽ ടു എ ബി ഓൾ ട്രാൻസ്പോസിന്, അതായത് സെക്കൻഡ് മെട്രിക്സ് ആയിരിക്കണം ഇവിടെ ആദ്യം എഴുതുന്നത്. ദാറ്റ് ഈസ് ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് മൈനസ് ഇവിടെ ബി എ ഓൾ ട്രാൻസ്പോസ് ആണ്. അപ്പൊ അതിനെ എങ്ങനെ എഴുതും? ഇവിടുത്തെ സെക്കൻഡ് മെട്രിക്സ് എ ആണ്. ദാറ്റ് ഈസ് എ ട്രാൻസ്പോസ് ഇൻറ്റു ബി ട്രാൻസ്പോസ്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് എങ്ങനെ പോകും? നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് എയും ബിയും സിമെട്രിക് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എയും ബിയും സിമെട്രിക് ആകണമെങ്കിൽ നമുക്കറിയാം എ ഈക്വൽ ടു എ ട്രാൻസ്പോസ് ആയിരിക്കും, അതുപോലെ ബി ഈക്വൽ ടു ബി ട്രാൻസ്പോസ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ട്രാൻസ്പോസിനേക്ക് മാറ്റി സാധാ മെട്രിക്സ് ആയിട്ട് എഴുതാലോ. അതായത് ബി ട്രാൻസ്പോസ് എന്ന് പറയുന്നത് ബി ഈക്വൽ ടു ബി ട്രാൻസ്പോസ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ റിസൾട്ട് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാലോ. അതായത് എന്തുവരും? ബി ട്രാൻസ്പോസ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? ബി ആന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം എയും ബിയും സിമെട്രിക് ആണ്. ഞാൻ ബി ട്രാൻസ്പോസിന്റെ പ്ലേസിൽ ബി എന്ന് എഴുതി, ഇൻറ്റു എ ട്രാൻസ്പോസിന്റെ പ്ലേസിൽ എ മൈനസ് ഇവിടെ എ ട്രാൻസ്പോസിന്റെ പ്ലേസിൽ എ എന്ന് എഴുതി, ബി ട്രാൻസ്പോസിന്റെ പ്ലേസിൽ ബി എഴുതി. ഇവിടെ നമുക്ക് എന്ത് കിട്ടി? ബി എ മൈനസ് എ ബി എന്ന് കിട്ടി. ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്? പി ഈക്വൽ ടു എ ബി മൈനസ് ബി എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ റിസൾട്ട് സ്റ്റാർട്ട് ചെയ്തത്. സോ ഈ ഒരു റിസൾട്ട് ആയിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ എ ബി ആണ് ഫസ്റ്റ് കേസ് ആയിട്ട് എടുത്തിരിക്കുന്നത്. ഇതിനൊന്ന് റിവേഴ്സ് ആയിട്ട് എഴുതി. ദാറ്റ് ഈസ് മൈനസ് ഓഫ് എ ബി പ്ലസ് ബി എ. ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് ഔട്ട് സൈഡ് എടുക്കുമ്പോൾ എന്ത് വരും? എ ബിയിൽ നിന്ന് മൈനസ് ഔട്ട് സൈഡ് എടുത്താൽ പോസിറ്റീവ് എ ബി, പ്ലസിൽ നിന്ന് ഒരു മൈനസ് ഔട്ട് സൈഡ് എടുത്താൽ മൈനസ് ബി എ. ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് ഓഫ് ഈ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് എന്താണ്? പി ആണ്. ദാറ്റ് ഈസ് പി. ഇവിടെ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പി ട്രാൻസ്പോസ് ഈക്വൽ ടു മൈനസ് പി എന്ന് കിട്ടും. അപ്പൊ ഇങ്ങനെ ഒരു റിസൾട്ട് വരികയാണെങ്കിൽ
നമുക്ക് ആ മെട്രിക്സ് എന്താന്ന് പറയാനായിട്ട് സാധിക്കും? ദാറ്റ് ഈസ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന AB മൈനസ് BA എന്ന് പറഞ്ഞ മെട്രിക്സ് എന്തായിരിക്കും? ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും. അതായത് ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ A ആയിരിക്കും. നെക്സ്റ്റ് 12th question. If A equal to matrix cos alpha minus sin alpha cos alpha, then A plus A transpose equal to I. If the value of alpha is pi by 6, pi by 3, pi 3 pi by 2. ഇതെന്ന് പറയുന്നത് ഒരു വൺ വേർഡ് ക്വസ്റ്റ്യൻ തന്നെയാണ്. അതായത് ഇവിടെ നമുക്കൊരു മെട്രിക്സ് തന്നിട്ടുണ്ട് A എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു കണ്ടീഷനും തന്നിട്ടുണ്ട്. അതായത് ആ മെട്രിക്സും ആ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഐഡൻറ്റിറ്റി മെട്രിക്സ് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഈ മെട്രിക്സിലെ ആൽഫയുടെ വാല്യൂ ഫൈൻഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന മെട്രിക്സ് A ഈക്വൽ ടു മെട്രിക്സ് കോസ് ആൽഫ മൈനസ് സൈൻ ആൽഫ കോസ് ആൽഫ. നെക്സ്റ്റ് ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് A പ്ലസ് A ട്രാൻസ്പോസ് എന്ന് പറയുന്നത് ഐഡന്റിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആൽഫയുടെ വാല്യൂ ആണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. A പ്ലസ് A ട്രാൻസ്പോസ് ഈക്വൽ ടു I ആണെങ്കിൽ നമുക്ക് ആ ഒരു ഇക്വേഷനിൽ ഇത് അപ്ലൈ ചെയ്യാലോ. എങ്ങനെ അപ്ലൈ ചെയ്യാം? അതിനായി നമുക്ക് ആദ്യം A ട്രാൻസ്പോസ് ഫൈൻഡ് ചെയ്യാം. ദാറ്റ് ഈസ് A ട്രാൻസ്പോസ് ഈക്വൽ ടു മെട്രിക്സ് കോസ് ആൽഫ മൈനസ് സൈൻ ആൽഫ ദെൻ സൈൻ ആൽഫ കോസ് ആൽഫ. ഇനി നമ്മളോട് എന്താ പറയുന്നത്? A പ്ലസ് A ട്രാൻസ്പോസ് ഈക്വൽ ടു I ആണ്. ദാറ്റ് ഈസ് A പ്ലസ് A ട്രാൻസ്പോസ് ഈക്വൽ ടു ഇത് ആഡ് ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും നമുക്ക്? മെട്രിക്സ് കോസ് ആൽഫ പ്ലസ് കോസ് ആൽഫ ദെൻ മൈനസ് സൈൻ ആൽഫ പ്ലസ് സൈൻ ആൽഫ. നെക്സ്റ്റ് സൈൻ ആൽഫ പ്ലസ് മൈനസ് സൈൻ ആൽഫ ദെൻ കോസ് ആൽഫ പ്ലസ് കോസ് ആൽഫ. ദാറ്റ്സ് ഈക്വൽ ടു മെട്രിക്സ് കോസ് ആൽഫ പ്ലസ് കോസ് ആൽഫ. അതിന് നമുക്ക് 2 കോസ് ആൽഫ എന്ന് എഴുതാം. ദെൻ മൈനസ് സൈൻ ആൽഫ പ്ലസ് സൈൻ ആൽഫ 0. ദെൻ സൈൻ ആൽഫ പ്ലസ് മൈനസ് സൈൻ ആൽഫ അഗെയിൻ 0. നെക്സ്റ്റ് കോസ് ആൽഫ പ്ലസ് കോസ് ആൽഫ 2 കോസ് ആൽഫ. അപ്പൊ നമ്മൾ A പ്ലസ് A ട്രാൻസ്പോസ് ഫൈൻഡ് ചെയ്തു. ഇനി നമുക്ക് തന്നിട്ടുണ്ട് A പ്ലസ് A ട്രാൻസ്പോസ് എന്ന് പറയുന്നത് I എന്ന് പറഞ്ഞാൽ ഐഡന്റിറ്റി മെട്രിക്സ് ആണെന്നുള്ളത്. അപ്പൊ നമുക്ക് ഈ ഒരു ഇക്വേഷനോട്ട് ഇത് അപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് മെട്രിക്സ് 2 കോസ് ആൽഫ 0 0 2 കോസ് ആൽഫ ഈക്വൽ ടു ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. ഇതെന്ന് പറയുന്നത് ഒരു 2/2 മെട്രിക്സ് ആണ്. അപ്പൊ ഐഡന്റിറ്റി മെട്രിക്സ് ഒരു 2/2 മെട്രിക്സ് ആയിരിക്കും. ദാറ്റ് ഈസ് 1 0 0 1. ഇത് ഈക്വൽ ആയതുകൊണ്ട് തന്നെ കറസ്പോണ്ടിങ് എലമെന്റ്സ് ഇക്വേറ്റ് ചെയ്യാം. ഇവിടെ കറസ്പോണ്ടിങ് എലമെന്റ്സ് ഇക്വേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്ത് വരും? ഇവിടുത്തെ ഫസ്റ്റ് എലമെന്റ് 2 കോസ് ആൽഫ ഈക്വൽ ടു ഇവിടെ എന്താണ് 1. നെക്സ്റ്റ് 0 ഈക്വൽ ടു 0 അഗെയിൻ 0 ഈക്വൽ ടു 0 അഗെയിൻ 2 കോസ് ആൽഫ ഈക്വൽ ടു 1. അത് തന്നെയാണല്ലോ നമ്മൾ ഇവിടെ എഴുതിയത്. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് തന്നെ നമുക്ക് ആൽഫയുടെ വാല്യൂ ഫൈൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. 2 കോസ് ആൽഫ ഈക്വൽ ടു 1 ആണെങ്കിൽ കോസ് ആൽഫ ഈക്വൽ ടു എന്ത് എഴുതാം? 1/2 എന്ന് എഴുതാം. കോസ് ആൽഫ ഈക്വൽ ടു 1/2 ആണെങ്കിൽ നമ്മൾ ഇൻവേഴ്സ് ട്രിഗണോമെട്രിയിലെ പ്രിൻസിപ്പൽ വാല്യൂ പഠിച്ചിട്ടുണ്ട്. കോസ് ആൽഫ ഈക്വൽ ടു 1/2 ആണെങ്കിൽ ആൽഫ എന്തായിരിക്കും? ദാറ്റ് ഈസ് കോസ് ഇൻവേഴ്സ് 1/2. അതായത് കോസിന്റെ വാല്യൂ ഏത് റേഡിയനിലാണ് 1/2 ആവുന്നതെന്ന്. ദാറ്റ് ഈസ് നമുക്കറിയാം തീറ്റ ഈക്വൽ ടു π/3 ആവുമ്പോഴാണ് കോസിന്റെ വാല്യൂ 1/2 ആവുന്നത്. ദാറ്റ് ഈസ് ആൽഫ ഈക്വൽ ടു π/3. സോ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ B ആയിരിക്കും.